നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ മെയിൻലൈൻ മീഡിയയിലും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മെയ് 4-ന് ശേഷം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ഒരു ചർച്ചയുണ്ട്. അത് പലരും പറയുന്നത് ചിലതൊക്കെ സ്പോൺസേർഡാണ്, ആ കാൻഡിഡേറ്റ്സ് തന്നെ ചെയ്യുന്നു, അല്ല ചിലതൊക്കെ അല്ല എന്നും പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ കാരണം ഇന്നത്തെ ഒരു പൊതുബോധം UDF അധികാരത്തിലേക്ക് വരുന്നുവെന്നാണ്. അത് മെയ് 4-ാം തീയതി മാത്രമേ എല്ലാവർക്കും ഉറപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള വാസ്തവം അവിടെ ഇരിക്കുന്നു. എന്നാലും ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് ബിൽഡപ്പ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആരൊക്കെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFിന്റെ UDFിന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ ഉള്ള ചാൻസസ്, അതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. സർ, ഞാൻ കേട്ടത് ഡൽഹിയിൽ ഈയിടെ രമേശ് ചെന്നിത്തല വന്നിരുന്നു. അദ്ദേഹം ഒരു ദിവസത്തേക്ക് വന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ലോബി ചെയ്യാൻ അല്ല എന്നാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറയുന്നത്. പക്ഷെ ശ്രീ സുധാകരൻ ഖാർഗയെ കണ്ട് കെ.സി. വേണുഗോപാലിന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. നമ്മൾ സതീശൻ എന്ന ഓപ്പോസിഷൻ ലീഡർ, അദ്ദേഹമാണ് ഈ ഫൈറ്റിന്റെ ഈ UDF അധികാരത്തിൽ വരുവാണെങ്കിൽ അതിനൊരു കാരണക്കാരൻ തീർച്ചയായും അദ്ദേഹമാണ് മുൻപന്തിയിൽ നിന്ന് കോൺഗ്രസിനെ നയിച്ചത്. അദ്ദേഹം മിണ്ടാതിരിക്കുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാർ ഇതിൽ നിന്ന്? ചെറിയാൻ, താങ്കൾക്കായിരിക്കും ഡൽഹിയിലെ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് ഇലക്ഷന് ശേഷം പാർട്ടി UDF ജയിക്കുവാണെങ്കിൽ ആ സമയം തീരുമാനിക്കും ആരാണ് CM എന്ന്. അതിന് മുമ്പേ ആരും കച്ചകെട്ടി ഇറങ്ങേണ്ട കാര്യമില്ല എന്ന് വളരെ കൃത്യമായി അവർ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, ശരിയാണ് ചെറിയന്. ഇപ്പൊ താങ്കൾ പറയുന്ന പോലെ ഇപ്പോൾ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ നാടകത്തിന്റെ അരങ്ങ് ശരിക്കും ഡൽഹിയാണ്. അപ്പൊ എന്നേക്കാൾ കൂടുതൽ വാസ്തവത്തിൽ അതിന്റെ പിന്നാപ്പുറങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ എന്നേക്കാൾ ഒരു പക്ഷേ കൃത്യമായി ചെറിയാന് തന്നെ ആയിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. ഇത് നമ്മള് പല ഇതിനു മുൻപുള്ള ചർച്ചകളിലെല്ലാം ഈ വിഷയം നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമായി സംസാരിക്കുന്നത് ശരിയായിരിക്കും. കാരണം ഇതിപ്പോ താങ്കൾ പറഞ്ഞ ഒരു ഹൈക്കമാൻഡിന്റെ നിലപാട് അത് മുഖവിലേക്ക് എടുക്കേണ്ട. കാരണം ആരാണ് ഹൈക്കമാൻഡ് കോൺഗ്രസിൽ ഇന്നത്തെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇപ്പോഴുണ്ട്, പിന്നെ ഖാർഗെ, പിന്നെ ഒരു ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലാണ്, ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മൾ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്? നമുക്ക് പണ്ടറിയാമായിരുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, അല്ലെങ്കിൽ നെഹ്റു, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന സിൻഡിക്കേറ്റ്, ഇതെല്ലാമായിരുന്നു നമ്മൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് പിന്നീട് ഇന്ദിരാഗാന്ധിയായി. ഇവിടെ AK ആന്റണിയും പാർട്ട് ഓഫ് ദ ഹൈക്കമാൻഡ് അല്ലേ സർ? കേരളത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും AK ആന്റണി എന്റെ കാഴ്ചപ്പാടിൽ AK ആന്റണി സജീവമല്ല. അദ്ദേഹം അത്യപൂർവം മാത്രം കാര്യങ്ങളിൽ ഇടപെടുന്നയാളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം വിലമതിക്കപ്പെടുമെങ്കിലും ഒരു ഹൈക്കമാൻഡ് പോലെ നിത്യവും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമല്ല AK. അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യയുടെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ തീരുമാനിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും തീരുമാനമായിരിക്കും. ഖാർഗെ, അത് തീർച്ചയായിട്ടും ഖാർഗെയെ രാഹുൽ ഗാന്ധി എത്ര വിലമതിക്കുന്നു എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ ഇതിന്റെ രാഷ്ട്രീയത്തിൽ കണ്ടു. വെറും തന്റെ ഇഷ്ടാനിഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവല്ല ഖാർഗെ എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് സ്വതന്ത്ര അഭിപ്രായങ്ങളുള്ള ഖാർഗെ, അതാണ് ഒരു ഹൈക്കമാൻഡ്. ഇതെല്ലാം ചേരുന്നത്. പിന്നെ ഇതിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഈ കാര്യങ്ങളെല്ലാം പോകുന്നതും പ്രാവർത്തികമാക്കുന്നതും കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന സെക്രട്ടറിയിൽ കൂടിയാണ്. അത് താങ്കൾ മറക്കണം. അപ്പൊ ഇപ്പൊ കേരളത്തില് സതീശനും ഒരുപക്ഷെ ചെന്നിത്തലയ്ക്കും ഇല്ലാത്ത ഒരു വാൻറ്റേജ് പോയിന്റിൽ നിന്നും
നിന്നുകൊണ്ടാണ് KC വേണുഗോപാൽ ഇന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശ്രമിക്കുന്നത്. അതിൽ തന്നെ എനിക്കൊരു അപാകത കാണുന്നുണ്ട്. കാരണം AICCയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ, ഞാൻ ഒരു തവണ പറഞ്ഞതാണ്, എങ്ങനെ സാധിച്ചു? കാരണം ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കേരളത്തിൽ വന്ന് നിരന്തരം പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് പറഞ്ഞ മറുപടി, ഞാൻ മത്സരത്തിലില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിമിഷം മുതൽ KC ഈ ചോദ്യത്തിൽ തന്നെ മറുപടി പറയുന്നില്ല. എത്ര എളുപ്പം ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഇന്ന് നടക്കുന്ന കോൺഗ്രസിനും UDFനും ഒട്ടും യോജിക്കാത്ത, അവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന, ഇനി അവർ ജയിക്കുകയാണെങ്കിൽ പോലും അവർക്ക് വോട്ട് ചെയ്ത ആളുകളിൽ വളരെ വളരെ മോശം ഒരു കാര്യം. ആകെ പറയുന്നത് കോൺഗ്രസ്സുകാരുടെ സംസ്കാരം ഇതാണ്, കോൺഗ്രസ് ഇങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ എന്ന് ആശ്വസിക്കുന്നതിനപ്പുറം ഇത്തരം ഒരു നിലപാടിലേക്ക് കോൺഗ്രസിനെ ബഹുജന മധ്യത്തിൽ കൊണ്ടുവന്നതിൽ KC വേണുഗോപാലിന് വലിയ പങ്കുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട്. 3 പേരെയും എനിക്കറിയാവുന്ന ആളുകളാണ്. അവര് 3 പേരെ പറ്റി നല്ല അഭിപ്രായം എനിക്കുണ്ട്. അവരുടെ ദോഷങ്ങൾ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷെ ഇവിടെ കാണിക്കുന്ന KC വേണുഗോപാലിന് ആ സ്ഥാനാർത്ഥി ഈ മുഖ്യമന്ത്രി മോഹമുണ്ടെങ്കിൽ അവിടെ തൊട്ട് ഇത് കാര്യങ്ങൾ തകരാറിലാവുകയാണ്. കാരണം അദ്ദേഹത്തിന് അതിലും വലിയ ചുമതലയല്ലേ ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്? മാത്രമല്ല, ഇന്നത്തെ സിറ്റുവേഷനില്, അതായത് കോൺഗ്രസിന് ഇതുവരെ 12 വർഷം, BJPയുടെ 12 വർഷത്തെ ഭരണത്തിൽ ആദ്യമായി കോൺഗ്രസ് BJPക്ക് രാഷ്ട്രീയമായ ഒരു തടയില് ഇട്ടിരിക്കുകയാണ്, പാർലമെന്റിലും പുറത്തും പല ഇഷ്യൂകളും. അപ്പോൾ ട്രസ്റ്റഡ് ഓർഗനൈസിംഗ് സെക്രട്ടറി അവിടെ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാല് അതിന് രാഷ്ട്രീയപരമായി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് അയക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, നമുക്ക് രാഹുൽ ഗാന്ധിയുടെ മനസ്സ് ഇപ്പോൾ അറിയില്ല. ഇപ്പൊ 2-3 കാര്യങ്ങൾ ഞാനൊരു പൊതു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ എന്നെ അനുവദിക്കണം KCയുടെ പൊസിഷനെ കുറിച്ച്. KC ഒരു രാജ്യസഭാ അംഗമാണ്, ഇല്ലേ? അത് എങ്ങനെയാണ് രാജ്യസഭാ അംഗമായത്? ഒരു സ്ഥാനം BJPക്ക് ലഭിച്ചാൽ പോലും കുഴപ്പമില്ല എന്ന പേരിലാണ് KC രാജ്യസഭാ അംഗമായത്, അല്ലേ? ഒരു നഷ്ടപ്പെടുന്ന BJPക്ക് ഒരു സീറ്റ് അധികം പോവുകയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള പേരിലാണ്, അതിന്റെ ആ വേക്കൻസിയിലാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കുന്നത്. ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ശരിക്കും KC മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. നെഹ്റു കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ വയനാട് തെരഞ്ഞെടുപ്പും അതിനുശേഷം നമ്മുടെ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ അത്യന്തം അതിന്റെ തീരുമാനത്തിലും ഒക്കെ KCയാണ്. അപ്പോൾ KC എന്ന് പറയുന്നത് ഇന്ന് ഹൈക്കമാൻഡിന്റെ ഒരു ഭാഗമാണ്, വെറും ഒരു സെക്രട്ടേറിയറ്റ് അല്ല. ഹൈക്കമാൻഡിന്റെ ഒരു സെക്രട്ടേറിയറ്റ് അല്ല, ഹൈക്കമാൻഡിന്റെ ഭാഗമായ KCക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകണമെന്ന് മോഹം ജനിച്ചത് എന്ന് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് വന്ന് ആലപ്പുഴയിൽ എവിടെയോ പോയി ചില അടുക്കളയിൽ പോയി എന്തോ കപ്പയുടെ ഉപ്പ് നോക്കുകയൊക്കെ ചെയ്ത ചില തറ നാടകങ്ങൾ ഇവിടെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നിൽക്കാനാണ് വരുന്നത്. പിന്നീടാണ് അദ്ദേഹം നേരിട്ട് പറഞ്ഞത് ഇത്തരം ചർച്ചകൾ അന്നേ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപേ, ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. വാസ്തവത്തിൽ അതും ഒരു ന്യായമായിരുന്നു. കാരണം CPIM LDF മുഖ്യമന്ത്രി വീണ്ടും പിണറായി എന്ന ഒറ്റ വ്യക്തിയിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ച് മത്സരിക്കുകയാണെങ്കിൽ കൂടുതൽ ജനപിന്തുണ കിട്ടുമായിരുന്നു, സംശയമില്ല കാര്യത്തില്. കാരണം ഇത് അങ്ങനെയാണല്ലോ ജനങ്ങൾ ഇത് കാണുന്നത്. അപ്പൊ കോൺഗ്രസിന് ഒരു അനിശ്ചിതത്വം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ, LDF വിജയിച്ചാൽ പിണറായി മുഖ്യമന്ത്രി, ഇങ്ങനെ ഒരു തീർപ്പും ഒരു അനിശ്ചിതത്വവുമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു നേതൃത്വ ശൂന്യത UDFൽ ഉണ്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ LDFന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ നായകനായി ഇത് തന്നെ, ഇതിന് ബദലില്ല, പിണറായിക്ക് ബദലില്ല, ഇതിന് വേറെയാർ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് CPM രംഗത്തിറങ്ങിയപ്പോൾ കേരളത്തിൽ അന്നും ഈ പറയുന്ന മൂന്നല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയും, പലരും ഇത് 3ആയി ചുരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ K മുരളീധരനെ അത്ര അണ്ടർ റേറ്റ് ചെയ്യണ്ട.
ഇല്ല. കെ മുരളീധരൻ അതെ. അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിൽ അദ്ദേഹം ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് എന്നെ പറ്റി എനിക്ക് KC ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയോടും കേരളത്തിലെയും ദേശീയ തലത്തിലുള്ള പാർട്ടിയോടും ചെയ്യുന്ന വലിയ തെറ്റാണ്. അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു. അത് ഞാൻ ഇല്ല എന്ന് എന്തുകൊണ്ടാണ്? അല്ല, നമ്മളത് ഡിസ്കഷൻ KCയിലേക്ക് ചുരുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ രമേശ് ചെന്നിത്തലയുടെ സപ്പോർട്ടേഴ്സ് വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും പോസ്റ്റുകൾ ഇടുന്നുണ്ട്. സതീശനെ ഒഴിച്ച് ബാക്കി എല്ലാവരും, താങ്കൾ പറഞ്ഞ ബാക്കി ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ആക്റ്റീവാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആരോ പറയുന്ന പോലെ മന്ത്രിസ്ഥാനങ്ങൾ അവരെ വീതിച്ചു കൊടുത്തിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അതിന്റെ മനസ്താപമുണ്ട്, അതിന്റെ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ ഇത്. പക്ഷെ നമുക്കൊക്കെ അറിയാം കേരളത്തിലെ ഫൈറ്റിംഗ് പൊളിറ്റീഷ്യൻ UDF ആരായിരുന്നു ചോദിച്ചാൽ ആർക്കും സംശയമില്ല, അത് സതീശൻ തന്നെയായിരുന്നു. എല്ലാ രംഗത്തും എല്ലാ ഇടങ്ങളിലും എല്ലാ ഇഷ്യൂവിലും തക്ക മറുപടിയും കർക്കശമായ തീരുമാനങ്ങളൊക്കെ എടുത്ത്. മാത്രമല്ല, താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു റീഡിങ് ഇതിൽ നിന്നുള്ള കറക്റ്റ് ആണെങ്കിൽ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സതീശനല്ലേ സർ? അതെ അല്ലെ, ഞാൻ സാമാന്യേന ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു കോൺഗ്രസ് സപ്പോർട്ടർ കൂടി ആവണ്ട. ന്യായം സതീശന്റെ പക്ഷത്താണ്. അത് ഒരു വേറെ എന്ത് അന്യായം കൊണ്ടും മറയ്ക്കാൻ കഴിയുകയില്ല. ഇത് ഞാൻ ഒരു കാര്യം താങ്കൾ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. എങ്ങനെയാണ് സതീശൻ പ്രതിപക്ഷ നേതാവായത്? രമേശ് ചെന്നിത്തല കൂടി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ആ പ്രതിപക്ഷ MLA-മാരിൽ അധികം പേർ സതീശനിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതല്ലേ? ആ പ്രതിപക്ഷ നേതാവായെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ പറ്റി രമേശ് ചെന്നിത്തലയ്ക്കോ KC വേണുഗോപാലിനോ എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചിട്ടില്ലേ? അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ UDF-നോ പരാജയം നേരിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ കണക്കിനപ്പുറം ഒരു വിജയം ഉണ്ടായിട്ടുണ്ടോ? ഉപതെരഞ്ഞെടുപ്പുകളിൽ, പാർലമെന്റിൽ, ഈ പറയുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് സതീശന്റെ അയോഗ്യത? മറ്റുള്ള എല്ലാവരുടെയും യോഗ്യത അറിയാം. പക്ഷെ രമേശ് ചെന്നിത്തല വളരെ കാലമായി രാജീവ് ഗാന്ധിയുടെ വളരെ വളരെ ഫേവറേറ്റ് ആയിരുന്നതിന് ശേഷം അതിനുശേഷം അദ്ദേഹം വളരെ 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 എന്താ പറയേണ്ട ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും പുറകിലാണ്. പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തെക്കാൾ എത്രയോ വലുതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് രമേശിനുണ്ടായിരുന്നു. അതിനേക്കാൾ എത്ര സംസ്ഥാന വ്യാപകമാണ്, UDF വ്യാപകമാണ് സതീശന് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ. അല്ല, ഇപ്പൊ KC ഞാൻ പറയുന്നത് KC വേണുഗോപാലിന്റെ ജനപിന്തുണ എന്താണ്? KC വേണുഗോപാലിന്റെ ജനപിന്തുണ സംസ്ഥാന തലത്തിൽ മുഴുവനുണ്ടോ? UDF ഘടക കക്ഷികളിൽ അദ്ദേഹമാണോ 1-ാം നമ്പർ ഫേവറേറ്റ്? ഇതൊക്കെ ഏത് കണക്ക് എന്നോട് ചെറിയാൻ ചോദിച്ചാലും എനിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിട്ടില്ല. സതീശൻ താല്പര്യം ഒന്നുകൂടെ ചോദിച്ചോട്ടെ സാർ. താങ്കൾ പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അതായത് സതീശനെ ഓപ്പോസിഷൻ ലീഡർ ആക്കിയത് ഭൂരിപക്ഷ MLA-മാരുടെ അഭിപ്രായമാണ് എന്ന് താങ്കൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കേൾക്കുന്നത് ഇന്നത്തെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം MLA-മാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും KC വേണുഗോപാൽ ഭൂരിപക്ഷ പിന്തുണ കിട്ടുന്നത് എന്നും. എന്റെ കണക്ക് പ്രകാരം അവിടെയാണ് യഥാർത്ഥ പ്രശ്നം സതീശന്. ഇത്തവണത്തെ അങ്ങനെ ഓരോ MLA-യോടും ഹൈക്കമാൻഡ് അഭിപ്രായം ചോദിച്ചാൽ ഒരു പക്ഷേ അത് KC വേണുഗോപാലിന് അനുകൂലമായേക്കാം. അതാണ് എന്റെ റീഡിങ്. തെറ്റാവാം, ഞാനൊരു ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ MLA-മാർ പൂർണ്ണമായി ഈ പറയുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ആകുന്ന സമയത്ത് MLA-മാരിൽ ഉണ്ടായിരുന്ന പിന്തുണ ഇനി ജയിച്ചു വരുമ്പോൾ അതൊരു മെജോറിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങൾ. ഇത് നമ്മൾ എഴുതാത്ത കുട്ടിക്കാണ് ഇപ്പോഴും ജാതകം എഴുതിക്കൊണ്ടിരിക്കുന്നത്, ജനിക്കാത്ത കുട്ടിക്കാണ് ജാതകം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ.
MLA-മാരോട് നേരിട്ട് അഭിപ്രായം ചോദിച്ചാൽ മുൻതൂക്കം KC വേണുഗോപാലിനായിരിക്കും. അത് കാരണം അദ്ദേഹത്തെ ആ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ KC ചെയ്ത സഹായത്തിന് പ്രത്യുപകാരമായും പിന്നെ പിന്നെ സതീശനോട് എനിക്കറിഞ്ഞുകൂടാ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും MLA-മാർക്ക് താല്പര്യക്കുറവുണ്ടാകാം. പക്ഷെ ഞാൻ പറയുന്നത് അതുമാത്രമല്ലല്ലോ, നമ്മൾ ഒരു തവണ സംസാരിച്ച പോലെ ഇത് UDF-ന്റെ മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുക്കുന്നത്. ഈ UDF അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ ശക്തിയിൽ മാത്രമാണ്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിന് ചോദിക്കാതെ ഒരിക്കലും ഒരു തീരുമാനം ഇതിൽ ഉണ്ടാവുകയില്ല. അതേസമയം മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നല്ല, കുറെ വർഷങ്ങളായി ഉപതെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അവർ എന്തോ പല കാര്യങ്ങൾ കൊണ്ട് പണ്ട് അവർ കരുണാകരനിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു, അവർ ആന്റണിയിൽ വിശ്വാസം അർപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് AK ആന്റണിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടേണ്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും UDF-ന്റെ ഏറ്റവും പ്രധാന ശക്തി മുസ്ലിം ലീഗാണ്. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് സതീശനായിരിക്കും സ്വീകാര്യം എന്നുള്ളതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതിന് ന്യായങ്ങളുമുണ്ട്, കാരണങ്ങളുണ്ട്. ഈ അൻവർ എന്ന് പറയുന്ന ആളെ കാണിച്ച് എത്ര പേടിപ്പിച്ചു.